ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെഷീൻ ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ നല്ലൊരു മീൻ മറയുണ്ടായിരുന്നു. നമുക്ക് മെഷീൻ ചൂണ്ട അടിച്ചു നോക്കാം. ഇപ്പോൾ നല്ല ഓളം തെറ്റി കിടക്കുക. കാറ്റ് ഒരു 5 മണി ആവുന്ന സമയമാകുമ്പോഴേക്കും ഓളമൊക്കെ മാറും. കൊത്തൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മുടെ സ്പോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ അതിഥികളായിട്ട് പോത്തുകളുണ്ടെന്ന്. നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് ഉള്ള അതിഥികളാണത്. വളരെ ശല്യം, ഭയങ്കര ശല്യമാണ്. മീൻ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ പുഴയിലിറങ്ങി കലയ്ക്ക് മറിച്ച് ആകെ ഓളാക്കിയിട്ടിട്ട് പോകും. ഗായ്സ്, മിഷേൽ ചൂണ്ടയിൽ എങ്ങനെ തീറ്റ സെറ്റ് ചെയ്യുന്ന അറിയാമല്ലോ. ഇതുപോലെ 3-4 കുളത്തുള്ളൊരു ഇതിൽ തീറ്റ സെറ്റ് ചെയ്തിട്ട് എറിയാണ് ചെയ്യണത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എറിഞ്ഞിട്ട് നോക്കാം. ഒറ്റ കുളത്തിലാണ് ഇട്ട് നോക്കിയിരുന്നത്. അത് നീണ്ടു പോകണില്ല. അപ്പോൾ നമുക്ക് വലിയ ഇതിലേക്ക് ഇടാം. വലിയ മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഗായ്സ്, നമ്മുടെ മെഷീൻ ചൂണ്ടയിൽ തീറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുഴയിലേക്ക് അടിച്ചിട്ടുണ്ട്. മീൻ അടിക്കണമെങ്കിൽ നമുക്ക് ബെല്ലടി സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മീൻ പോയി എടുക്കാം. ഓക്കെ, നമ്മളൊരു സ്റ്റേ വെള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അഥവാ വലിയ മീൻ അങ്ങനെ അടിച്ച് തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി പുഴയുടെ സൈഡിലൊരു കുട്ടിയാണ്. ഇന്നലെ നമ്മൾ വലയെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ വലയെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ ചൂണ്ട ഇട്ട് നോക്കാം. കൈ ചൂണ്ട നമ്മുടെ കയ്യിലുണ്ട്. നമുക്കപ്പോൾ അതിട്ട് നോക്കാം. ഗായ്സ്, നമ്മൾ കൈ ചൂണ്ട ഇട്ട് നിൽക്കുകയാണ്. മീനിപ്പോൾ കൊത്തുന്നുണ്ട്. ഉച്ച സമയമാണ്. ഒരു 3-4 മണി ആവാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം മീൻ ഏതെങ്കിലും കിട്ടുമെന്ന്. നല്ല കൊത്തു കൊത്തുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് മീനെ കിട്ടണമെന്ന് നോക്കാം. ഇന്നലെ നമുക്ക് അങ്ങനെ അധികം മീനൊന്നും കിട്ടില്ല. ഇന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഗായ്സ്, നമുക്കിപ്പോൾ ഇന്നൊരു പരല് കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള പരലാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ഒരു വലിയ പരലിന് വന്ന് കിട്ടണേ. ഇതുപോലത്തെ അവന്മാർ കുറേ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് അവന്മാരൊക്കെ പിടിച്ചെടുക്കാം. നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആളവിടെ നിന്ന് ചൂണ്ടിയിട്ടുണ്ട്. ആളിപ്പോൾ ഒന്ന് പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് കയറിയപ്പോൾ ആൾ വന്ന് നമ്മുടെ കൂടെ ചൂണ്ടിടാൻ വരാറുള്ളതാണ്. ബിജുചേട്ടൻ എന്ന പേര്. അപ്പോൾ ആൾ മീൻപിടുത്തത്തിൻ്റെ ആശാനാണ്. നമുക്ക് നോക്കാം ആൾ കൂടെ പിടിച്ചേക്കാൻ പറ്റും നോക്കാം. നമുക്ക് പരല് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ കൂടി കയറിയിട്ടുണ്ട്. അവൻ്റെ വലയിൽ കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ തീറ്റ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കുളത്തുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് തീറ്റ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പരലടിക്കോ ഏത് മീൻ അടിക്കണേ നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും ഇന്നലത്തെ പോലെയല്ല, നല്ല കൊത്തുണ്ട്. ഇന്നലെ കൊത്തുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ കിട്ടിയത് കരിമീനായിരുന്നു. ഇന്നിപ്പോൾ പരലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ മീനൊക്കെ കിട്ടുമെന്ന് നോക്കാം. പൊന്തി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല കൊത്തുണ്ട്. യെസ്, വലിയ മീനാണ് ഗായ്സ്. വലിയ മീനാണ് ഗായ്സ്. ഗായ്സ്, ഇതാണ് കുഴിക്കുത്തി എന്ന് പറയും നമ്മുടെ ഇവിടെ. പല സ്ഥലത്ത് പല പേരാണ്. ഇപ്പോൾ ഇവനെയാണ് കിട്ടിയത്. നമുക്ക് കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് അതിഥികളായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ആടുകൂട്ടം. ഒരു രക്ഷയില്ല. തീറ്റയൊക്കെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഒക്കെ ഇവർ തിന്ന് തീർക്കും. കളിയാക്കിയിട്ട് പോവാണ്. ഗായ്സ്, നല്ല കൊത്താണ്. മീൻ ചെറപറ കയറുന്നു തോന്നുന്നു. രക്ഷയില്ല. മീനിൻ്റെ കൊത്ത് ഭയങ്കര അപാരമാണ്. നമ്മൾ ചൂണ്ടിട്ടപ്പോൾ തന്നെ മീൻ കൊത്തി വലിച്ചു കൊണ്ടുപോവാണ്. ഗായ്സ്, അടുത്ത് തീറ്റിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിലെന്തെങ്കിലും കിട്ടുമെന്ന്. നിങ്ങൾക്ക് പൊന്തി കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് പൊന്തി. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻ കൊത്തി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പൊന്തി താഴെ പുഴയുടെ അടിയിലേക്ക് താഴ്ന്നു പോകും. മീൻ കൊത്തുന്നുണ്ട്. നമുക്ക് ഏത് മീനാണ് കിട്ടാമെന്നൊന്നും അറിയാൻ പറ്റില്ല. പുഴയിലല്ലേ, നല്ല കൊത്തു കൊത്തുന്നുണ്ട്. നോക്കാം ഏതാ കയറി പിടിക്കാമെന്ന് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ കൊത്തി നിന്ന് തീറ്റ പോവും. നമ്മൾ അടുത്ത് മാറ്റിയിടണം. അത് തന്നെ സ്ഥിരമുള്ളതാണ്. ചില സമയത്ത് പെട്ടെന്ന് കയറി പിടിക്കും. കുഴിക്കുത്തിയൊക്കെ പെട്ടെന്ന് ചാടിയെടുത്ത് തിന്നലാണ് ഇഷ്ടം. അതുപോലെ ഡാം പരലും എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് നമ്മുടെ ഇവിടെ. അവനിതുപോലെ തന്നെ തീറ്റ വീണാൽ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ഓടും. ഗായ്സ്, നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാത്തത് ലൈവായിട്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം 2-3-4 മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മെഷീൻ അടിച്ചിട്ടിട്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ മെഷീനും അധികം മീൻ കിട്ടൽ കുറവാണ്. പിന്നെ നമുക്ക് ഏറ് ചൂണ്ടമേ കിട്ടാറുണ്ട്. ഇന്നലെ മീൻ മരണമുണ്ടപ്പോഴാണ് നമ്മൾ മെഷീൻ അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ട് വന്നത്. പക്ഷേ രക്ഷയില്ല. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടിയാൽ നമുക്ക് കാണിച്ചു തരാം വീഡിയോയിൽ. പോത്തുകളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ചൂണ്ടിടുന്ന സ്ഥലത്തോടെ ഇങ്ങനെ നടക്കും. കണ്ട എന്തോരം ദൂരത്തേക്ക് പോകണമെന്ന് നോക്കി. ഇവരുടെ ഒരു വിനോദമാണ് ഗായ്സ്. പോത്തുകളെല്ലാം വെള്ളം കലക്കി മറച്ചിട്ട് അവന്മാർ പോയിട്ടുണ്ട്. നമ്മുടെ മെഷീൻ ചൂണ്ടാകുമ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തീറ്റ മീൻ എടുക്കുന്നുണ്ട്. 2 കിലുക്ക് കിലിക്കായിരുന്നു. നമുക്ക് നോക്കാം വലിയ മീൻ എന്തെങ്കിലും അടിക്കുമോ നോക്കാം. ഇവിടെ അടിക്കുന്നത് കുഴിക്കുത്തിയായിരിക്കും, അല്ലെങ്കിൽ കരിമീൻ. ഗായ്സ്, നമ്മൾ ചെറിയ ചൂണ്ട എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെള്ളം നല്ല ശാന്തമായിട്ടുണ്ട്. പൊന്തി ഞാൻ കാണിച്ചു തരാം.
മീൻ ഇപ്പോൾ പോത്ത് പോയാനുണ്ട് നല്ല കൊത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ചൂണ്ടയിടുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി നല്ലത്. കാരണം പരലുകൾ, കുഴിക്കുത്തി, ഡാം പരലുകളൊക്കെ ഈ അടുത്തോട്ട് വരും. കരിമീൻ മാത്രമേ നീങ്ങിക്കുള്ളൂ. നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. നമ്മുടെ ചൂണ്ട ഒന്ന് കെട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ട് മാറ്റി ഒന്നുകൂടി ഇട്ടു. നേരത്തെ കൊണ്ടുപോയി നമ്മളെ പറ്റിച്ച് പോവുകയും ചെയ്തു. ചൂണ്ട കെട്ടാക്കി വിട്ടു. ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ചൂണ്ടയിടൽ പതിയെ നിർത്താണ്. സമയം 6:30 ആവാറായി. ഇരുട്ടായി തുടങ്ങിയിട്ട് പതിയെ നമുക്ക് പതിയെ നിർത്താം. നമുക്ക് കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഇടലാണ്. നമുക്ക് നോക്കാം എത്ര മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. കരിമീനൊന്നും കിട്ടിയില്ല. ബാക്കി കുറച്ച് വെറൈറ്റി മീനുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ മീൻ കിട്ടിയാന്ന് നോക്കാം. ചൂണ്ടോടെ വയ്ക്കാം. നമുക്കിന്ന് കിട്ടിയ മീനുകളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുഴിക്കുത്തി, പരല്, കോലാൻ, അത്യാവശ്യം വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്ന, വറക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.